മലയാളം ബിഗ് ബോസ് സീസൺ 7 ലൈവ് അപ്ഡേഷൻ നോക്കാം. നമ്മൾ പ്രൊമോയിൽ കണ്ടതുപോലെ തന്നെ അക്ബറിൻ്റെ പാവകൾ പോയതിൽ സങ്കടപ്പെട്ട് വളരെ ഇമോഷണലായി അക്ബർ ഇരിപ്പുണ്ട്. ആദിലെ ഒരു സംശയമുണ്ട് അക്ബറിന്. കാരണം അക്ബർ പാവകൾ വെക്കുന്നത് കണ്ട ഒരേ ഒരു വ്യക്തി ആദിലയാണ്. പക്ഷേ ആ ഒരൊറ്റ കാരണം കൊണ്ട് ആദിലയാണ് എന്നും പറയാൻ പറ്റില്ല. ആദില ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ അനുമോളോട് പറയുന്നുണ്ട്. അനുമോൾക്ക് ഓൾറെഡി അറിയാം അക്ബറിൻ്റെ പാവകൾ മോഷ്ടിച്ചത് ആദിലയാണെന്ന്. എന്തുകൊണ്ടാണ് മോഷ്ടിച്ചതെന്ന് ആദില ഇപ്പോൾ പറയുന്നു. രണ്ടാമത്തെ റൗണ്ടിൽ, അതായത് പാവശാസ്ത്രം എന്ന ടാസ്കിൻ്റെ രണ്ടാമത്തെ റൗണ്ടിൽ ആദിലയുടെ പുറകിലായിരുന്നു അക്ബർ നിന്നത്. ആ സമയത്ത് പാവകളൊന്നും കളക്ട് ചെയ്യാൻ അക്ബർ സമ്മതിച്ചില്ല. മര്യാദയ്ക്ക് കളിച്ചിരുന്നേ ഞങ്ങൾ ഇങ്ങനെ ചെയ്യില്ലായിരുന്നു, വേണ്ടാത്തത് കാണിച്ചിട്ടല്ലേ. അതുപോലെ തന്നെ അനുമോളുമായിട്ടും ആദ്യത്തെ റൗണ്ടിൽ ഒരു വഴക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ. എല്ലാത്തിനും കൂടി ഒരു പണി കൊടുത്തതാണ്, അല്ലെങ്കിൽ പകരം വീട്ടിയതാണ് ആദില. പക്ഷേ അനുമോൾ വിചാരിച്ചു കൊണ്ടിരുന്നത് അക്ബറിൻ്റെ പാവയെല്ലാം ആദില എടുത്ത് മാറ്റിയിട്ടുണ്ട്, പക്ഷേ ആദിലയുടെ പാവകളുടെ കൂടെ അത് കൂട്ടിയിട്ടില്ല എന്നാണ്. ഉടനെ ആദില പറയുന്നുണ്ട്, അയ്യടി അത്രയും കഷ്ടപ്പെട്ട് ഞാൻ മോഷ്ടിച്ചിട്ട് ഞാൻ എന്തിനാ കൂട്ടാതിരിക്കുന്നത്? ആ പാവകളും കൂടി കൂട്ടിയിട്ടാണ് എനിക്ക് 18 എണ്ണം. നൂറയ്ക്ക് ഒരു പാവ പോലും ഞാൻ കൊടുത്തില്ല. 100 എടുത്തതാണ് ആ 4. അക്ബറിൻ്റെയും കൂടി കൂട്ടിയിട്ടാണ് ഞാൻ 18 എണ്ണം ഇന്ന് കൗണ്ട് പറഞ്ഞത്. അപ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട്, അപ്പം മോൾ ഇന്ന് 3 റൗണ്ടിലും ഒന്നും എടുത്തില്ലേ? 18 എണ്ണം അക്ബറിൻ്റെ തന്നെ കൂട്ടിയതാണോ? നീ ഇതെവിടെയാണോ ഒളിപ്പിച്ചത്, എന്താണ് ചെയ്തതെന്നൊക്കെ അനുമോൾ വലിയ ക്യൂരിയോസിറ്റിയോടുകൂടി ആദിലോട് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് അനുമോൾ പറയുന്നുണ്ട്, നിന്റെ അഭിനയം നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു. നിനക്ക് ജീവിതത്തിൽ അഭിനയിക്കാൻ നന്നായിട്ട് അറിയാം. എന്നോട് ഇങ്ങനെയൊന്നും ചെയ്യരുത് കേട്ടോ. ഉടനെ ആദില മറ്റൊരു കുറ്റസമ്മതം കൂടി നടത്തുകയാണ്. രാവിലെ നിന്റെ മൈക്ക് എടുത്ത് മാറ്റി വെച്ചത്, അതായത് ഡ്രസ്സിംഗ് റൂമിൽ കൊണ്ടിട്ടത് ഞാനാണ്. രാവിലെ എഴുന്നേറ്റ് വന്ന് ഞാൻ ചിരിച്ചപ്പോൾ നീ ചിരിച്ചില്ല, എന്നോട് മിണ്ടിയുമില്ല. അതിൻ്റെ വാശിക്കാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ആദില പറയുന്നു. അപ്പോൾ നൂറയും പറയുന്നുണ്ട്, ആദില നന്നായിട്ട് അഭിനയിക്കും. കുറച്ചു മുമ്പും കൂടി അക്ബർക്കയുടെ അടുത്ത് പോയി പോട്ടേക്ക, സങ്കടപ്പെടേണ്ട, കരയണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അനുമോൾ അപ്പോൾ ചോദിക്കുന്നു, കരഞ്ഞോ? അക്ബർ കരഞ്ഞോ? എങ്കിലത് അഭിനയമായിരിക്കും. എന്തിനാണ് ഈ കാര്യത്തിനൊക്കെ കരയുന്നത് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ആദില അനുമോളുടെ അടുത്ത് കുറ്റസമ്മതം നടത്തിയിരിക്കുകയാണ്. അനുമോൾ പറയുന്നുണ്ട്, വീക്കെൻഡ് എപ്പിസോഡിൽ ഇതെങ്ങാനും ലാലേട്ടൻ ഇട്ട് കാണിച്ചാൽ നീ വളിച്ചൊരു ചിരിയും ചിരിച്ച് അവിടെ ഇരുന്നാൽ മതി, ബാക്കി അക്ബർ നോക്കിക്കോളുമെന്ന്. എന്തായാലും എന്താകുമെന്ന് കാത്തിരുന്ന് കാണാം. നാളത്തെ ടാസ്കിനായും കാത്തിരിക്കാം. കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം.